പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 നവംബർ മാസം 4-ാം തീയതി നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ, ആരാധിക്കുവാൻ നല്ലൊരു പ്രഭാതം നമ്മുടെ കർത്താവ് നമുക്ക് സൗജന്യമായി തന്നതോർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് ഈ നല്ല ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് തന്നതോർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ എല്ലാ തരങ്ങളും തുറന്ന് ആമേൻ കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങിക്കേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം നമ്മളെ താങ്ങി നടത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം പറയാം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് നമുക്ക് സ്തോത്രം പറയാം. രാവിലെ നമ്മളെ ഉണർത്തിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പകൽക്കാലം അത്ഭുതകരമായി നമ്മളെ നടത്താൻ പോകുന്നു ദൈവ കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്ന് മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ പുകഴ്ത്തുന്നു. കർത്താവേ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അങ്ങേ ആരാധിക്കുന്നപ്പ, അങ്ങേ സ്തുതിക്കുന്നപ്പ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. 105-ാം സങ്കീർത്തനങ്ങൾ. താൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പീൻ. അവന് പാടുവീൻ, അവന് കീർത്തനം പാടുവീൻ, അവൻ്റെ സകല അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിപ്പീൻ. ആമേൻ. കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പീൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയുടെ ബലത്തെയും തിരവീൻ, യഹോവയുടെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. കേൾപ്പിച്ച നല്ല സങ്കീർത്തനം പോലെ നമുക്കും കർത്താവിൻ്റെ ബലത്തെയും ആ തിരുമുഖത്തെയും ഇടപെടാതെ നമുക്കും അന്വേഷിക്കാം. ആമേൻ. ആ മുഖത്തെ നമുക്കും അന്വേഷിക്കാം. ആ മുഖത്തേക്ക് തന്നെ നമുക്ക് നോക്കാം. നമുക്കും കർത്താവിൽ നിന്നുള്ള ആ അനുഗ്രഹങ്ങളെ ഈ പകൽക്കാലം നമ്മളിലേക്ക് സ്വീകരിക്കാം. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് വ്യക്തിപരമായി പ്രാർത്ഥിച്ചാട്ട് ആരും മൗനമായിരിക്കരുത്. കണ്ണുകൾ അടഞ്ഞിരിക്കണം. നിങ്ങളുടെ അധരങ്ങളെ ചലിപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാമ്പോൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ സ്വർഗീയ അപ്പാ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അപ്പാ, കഴിഞ്ഞ പകൽ മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിന് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ വൻ കൃപകൾക്കായി ഞങ്ങൾ സ്തോത്രം പറയുന്നു. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന കൃപകൾക്കായിട്ട് കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. കഴിഞ്ഞ കർത്താവെ ഞങ്ങളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് സ്തോത്രം. കർത്താവെ പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്ത് സ്തോത്രം. സൂക്ഷിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഒരിക്കലൂടെ നന്ദി. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളിവരെ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണമേ. നിന്റെ കുഞ്ഞുങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു അതിൽ ദൈവിക സമാധാനം കൊടുക്കണമേ. കർത്താവിൻ്റെ സ്വസ്ഥത കൊടുക്കണമേ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് പകൽക്കാലം തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ പിതാവ് ഇടവരുത്തുന്നതിനായി സ്തോത്രം ചെയ്തു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, ഇവരുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഇവരായിരിക്കുന്ന ദേശങ്ങളിൽ നിലനിൽക്കുവാൻ, വ്യത്യസ്തരായി ജീവിപ്പാൻ കർത്താവ് ഇടവരുത്തണം. പ്രത്യേകിച്ച് കർത്താവ് രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിപൂർണ്ണ രോഗസൗഖ്യം ഇവരുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഏത് രോഗത്താൽ ഭാരപ്പെടുന്നവരാണെങ്കിലും ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് സംസാരിക്കുവാൻ കഴിയാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാവിൻ്റെ ബുദ്ധിമുട്ട്, ജന്മന നാവ് എടുത്ത് സംസാരിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ മറ്റ് രോഗങ്ങൾ മുഖാന്തരം സംസാരിക്കാൻ കഴിയാത്തത്, സംസാരിക്കുന്ന തിരിയാതിരിക്കുന്നു, ആ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംസാരശേഷി മടങ്ങി വരട്ടെ. സംസാരശേഷി മടങ്ങി വരട്ടെ. കർത്താവേ, നോർമലായി സംസാരിക്കുവാനുള്ള കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ, പിഞ്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ മേൽ, പ്രായമുള്ളവരാണെങ്കിൽ അവരുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംസാരിക്കുക. കർത്താവ് അവർക്ക് അതിനുള്ള കൃപ കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, അതുപോലെ കൊറോണയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ പൂർണ്ണ വിടുതൽ പ്രാപിക്കട്ടെ, പൂർണ്ണ ആരോഗ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. ക്രിട്ടിക്കൽ കണ്ടീഷനിലൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന് കർത്താവിൻ്റെ കരുതൽ അവിടെ പ്രവർത്തിക്കണമേ. ദൈവശക്തി വ്യാപരിക്കണമേ. ആ അസ്വസ്ഥതകളിൽ നിന്ന് അവരെ വിടുവിച്ച് കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന വൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിലായി തലവേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിപൂർണ്ണ സൗഖ്യം ഈ പ്രഭാതി കൊടുത്തിരിക്കുന്നതിനായി
അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് പ്രഭാതി ജോലിയോടോ ബിസിനസ്സിനോടോ ഒക്കെ ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, വഴികൾ തുറക്കുന്നവനങ്ങ്, സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്നവനങ്ങ്, അവസ്ഥകളെ മാറ്റുന്നവനങ്ങ്, ദരിദ്രനെ പൊടിയിൽ നിന്നും അഗതിയെ കുപ്പയിൽ നിന്നും ഉയർത്തുന്നവനങ്ങ്. അങ്ങേക്കൊന്നും അസാധ്യമല്ല. വെള്ളം വീഞ്ഞായതുപോലെ ചില അത്ഭുതങ്ങൾ 2020 കർത്താവെ നവംബർ മാസം 4-ാം തീയതി കർത്താവെ ഈ ബുധനാഴ്ച പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംഭവിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കൺവെൻഷൻ്റെ 2-ാം ദിവസത്തെ അനുഗ്രഹപൂർണ്ണമാക്കണമേ. വലിയ ദൈവപ്രവൃത്തി നടക്കണമേ. വലിയ ദൈവ മഹത്വം വ്യാപരിക്കണമേ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത്ഭുതകരമായ ഒരു ദിവസമാക്കി കർത്താവ് തീർക്കണം. കർത്താവ് മഹത്വം മുഴുവൻ അപ്പയ്ക്ക് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമീൻ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. കൺവെൻഷൻ 2-ാം ദിവസവും പ്രാർത്ഥനയോടുകൂടെ വേണം അതിൽ പങ്കെടുക്കുവാൻ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യും. തുടർന്ന് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോവുക. ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമാണ് ഇന്നത്തെ നമ്മുടെ ദൈവവചന ധ്യാനം. പുറപ്പാട് പുസ്തകം 1:20 ഇങ്ങനൊരു വാക്യം കിടപ്പുണ്ട്. അതുകൊണ്ട് ദൈവം സ്തുതികർമ്മിണികൾക്ക് നന്മ ചെയ്തു, ജനം വർദ്ധിച്ചു, ഏറ്റവും ബലപ്പെട്ടു. ഇവിടെ വായിക്കുന്നത് അതുകൊണ്ട് ദൈവം സ്തുതികർമ്മിണികൾക്ക്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് മിഡ് വൈഫ്സ് നന്മ ചെയ്തു. എന്തുകൊണ്ട് ദൈവം അവർക്ക് നന്മ ചെയ്തു? അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. എന്തുകൊണ്ട് ദൈവം അവർക്ക് നന്മ ചെയ്തു? പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം നമുക്കറിയാം. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ മോശയുടെ ജനനത്തോടുള്ള ബന്ധമാണ്. മോശ ജനിക്കുന്ന ആ കാലഘട്ടത്തിൽ അന്നത്തെ രാജാവായിരുന്ന അദ്ദേഹം എന്ത് തീരുമാനമെടുത്തു? എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയണമെന്നൊരു തീരുമാനം പറഞ്ഞു. അപ്പം അതിനുവേണ്ടി അന്നത്തെ കാലത്തെ മിഡ് വൈഫ്സിനോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്ന് ഈ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഇവരുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ കൊന്നുകളയണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് പറഞ്ഞു. പക്ഷേ ഇവരുടെ വർധനവ്, ഈ ദൈവജനം ആ ദേശത്ത് പെരുകുന്നത് കണ്ടപ്പോൾ അവർക്ക് ഭയമായി, അവർക്ക് പേടിയായി. അവർ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഇവരെ നശിപ്പിച്ച് കളയുവാൻ ഒത്തിരി പീഡനങ്ങളിലൂടെ കടത്തിവിടുവാൻ നോക്കി. ഒത്തിരി ഊഴിയ വേലകൾ കൊടുത്തു, ഒത്തിരി കഠിന വേലകളൊക്കെ കൊടുത്തു. അവരെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയുവാൻ വേണ്ടി നോക്കി. പക്ഷെ പുറപ്പാട് പുസ്തകം 1:12 ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. പീഡിപ്പിക്കും തോറും എന്ത് ചെയ്തു? ജനം പെരുകി വർദ്ധിപ്പിച്ചു. ഒരു കാര്യം ഓർത്തോണേ കുഞ്ഞെ, ദൈവം അനുഗ്രഹിച്ചവനെ ആര് ശപിക്കാൻ നോക്കിയാലും, ആര് തകർക്കാൻ നോക്കിയാലും തകരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്, അവർ ഞങ്ങളെ ഉപദ്രവിക്കുന്നു, ഇവർ ഞങ്ങളെ ഇന്നൊന്നും പറയണ്ട. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതാണോ? നിങ്ങളുടെ അനുഗ്രഹത്തെ എടുത്തു കളയുവാൻ ആർക്കും കഴിയത്തില്ല. ശ്രമം നടക്കും, ബട്ട് കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെയിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഞെരുക്കം വരുംതോറും ദൈവമക്കൾക്കൊരു വളർച്ചയുണ്ട്. അതുകൊണ്ട് എവിടെങ്കിലും ജോലിയിലോ നിങ്ങളുടെ ബിസിനസ്സിലോ നിങ്ങളുടെ കുടുംബജീവിതത്തിലോ ഒക്കെ നിങ്ങൾ ഞെരുങ്ങുന്നുണ്ടെങ്കിൽ, ഒരു പ്രഷർ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഓർത്തോണം, എന്തോ ഒരു അസാധാരണ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകും. കാരണം എന്താണെന്നറിയും, ഈ ഞെരുക്കം വരുന്തോറും പ്രാർത്ഥനയുടെ ആ ഒരു ഇൻറ്റൻസിറ്റിക്ക് ഒരു മാറ്റം വരും. കണ്ണുനീരിന് കുറച്ചുകൂടെ ഒരു കൂട്ടം വരും. അന്നുകൂടെ പ്രാർത്ഥിക്കുന്നവരായി മാറും. അതുകൊണ്ട് എവിടെയെങ്കിലും ഞെരുക്കം, പീഡനം, കഷ്ടത, പ്രയാസമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അത് ജോലിയിലായിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിലായിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അവിടെയൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ കർത്താവിന് നന്ദി പറഞ്ഞു. അടുത്ത ഒരു ലെവലിലേക്ക് നിങ്ങൾ കയറാൻ പോവുക. അതാണ് ദൈവമക്കളുടെ പ്രത്യേകത, വാഗ്ദത്തമുള്ള ദൈവജനത്തിൻ്റെ പ്രത്യേകത. ഇവിടെ കണ്ടില്ലേ, ഇവരെ പീഡിപ്പിക്കുന്നവർ ഇവരെന്ത് ചെയ്തു? ഇവർ വർദ്ധിച്ചു പെരുകിയെന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലും. നിങ്ങൾ എവിടെ വിഷമിക്കുന്നോ അവിടെ ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. അപ്പം ഇവരുടെ ഈ വർധനവ് കണ്ടപ്പോൾ അന്നത്തെ രാജാവ് ഒരു തീരുമാനമെടുത്തു. എന്താണ് തീരുമാനം? അന്നത്തെ മിഡ് വൈഫ്സിനോട്, സ്തുതികർമ്മിണികളോട് പറഞ്ഞു, ഇനി ഇവർ പ്രസവിക്കുമ്പോൾ ആൺകുഞ്ഞാണെങ്കിൽ അതിനെ നിങ്ങൾ ആ പ്രസവ നടന്ന സമയത്ത് തന്നെ കൊന്നുകളഞ്ഞേക്കണമെന്ന് പറഞ്ഞു. എന്നാൽ മിസ്രൈം രാജാവ് പുറപ്പാട് 1:15 എബ്രായ സ്തുതികർമ്മിണികളോട്, എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സ്തുതികർമ്മണത്തിന് ചെന്ന് പ്രസവശൈലിയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം, പെണ്ണാകുന്നുവെങ്കിൽ ജീവനോടിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. നിങ്ങൾ 1-ാം അധ്യായം ഒന്ന് വായിച്ചാൽ മതി. പക്ഷേ ഇവിടെ പറയുന്നു, സ്തുതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. ഈ സ്ത്രീകൾ എന്ത് ചെയ്തു? ഇവർ ദൈവത്തെ ഭയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ ബഹുമാനിക്കണം, ദൈവ കൽപ്പനകളെ അനുസരിക്കണം. കർത്താവ് എന്തു പറഞ്ഞു അതിന് ഘടകവിപരീതമായി ഒന്നും ചെയ്യരുത്. ഇവിടെ ഈ സഹോദരിമാർ എന്ത് ചെയ്തു? ഇവർ ദൈവത്തെ ഭയപ്പെട്ടു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരോട് പറഞ്ഞതുപോലെ അവർ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ അവരെന്ത് ചെയ്തു? അവർ ജീവനോടെ രക്ഷിച്ചു. അവർ ദൈവത്തെ ഭയപ്പെട്ടിട്ട് അവരെന്ത് ചെയ്തു?
ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. സ്തോത്രം. അതാണ് ദൈവത്തെ ഭയപ്പെടണം, ദൈവകൽപ്പനകളെ ഭയപ്പെടണം, ദൈവം പറയുന്നതിനെ അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ. എന്താണോ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതുപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കണം. അപ്പം എന്ത് ചെയ്തു കർത്താവ്? എന്ത് ചെയ്തെന്നറിയാമോ? സ്തുതികർമ്മങ്ങൾ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അവർക്ക് കുടുംബ വർധനം നൽകി. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഹൗസ് ഹോൾഡ്. ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത് ഹി മെയ്ഡ് ദം ഹൗസസ്. അവർക്ക് വീട് പണിഞ്ഞു കൊടുത്തു. ചില വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് അവർക്ക് വീട്ടിൽ വേണ്ടപ്പെട്ടതൊക്കെ. അർത്ഥം ഇത്രയുമേ ഉള്ളൂ. ദൈവം അവരെ അനുഗ്രഹിച്ചു. കാരണം എന്നാ? ദൈവത്തെ അവർ ഭയപ്പെട്ടത് കൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അടുത്ത ഒരു തലങ്ങളിലേക്ക് നിങ്ങളുടെ എല്ലാ മേഖലകളിലും ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയമുള്ളവരായിരിക്കണം. ഈ കാലഘട്ടത്തിന് നഷ്ടപ്പെട്ടു പോയത് ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ദൈവത്തെ ഭയപ്പെടണം. അതായത് ദൈവവചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്നവരായിരിക്കണം. ദൈവവചനം എന്തു പറയുന്നു? അതിനെ നമ്മൾ സ്നേഹിക്കുകയും അത് നമ്മൾ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കും. അതുപോലെ ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു ആ ജനം അവിടെ വർദ്ധിക്കുക. ഈ സഹോദരിമാർ എന്ത് ചെയ്തു? അവർ ദൈവത്തിൻ്റെ പ്ലാനിനനുസൃതമായി പ്രവർത്തിച്ചു. എപ്പോഴും ഓർത്തോണം, നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ പ്ലാനിന് ഓപ്പോസിറ്റ് ആകാൻ പോകരുത്. അത് നമുക്ക് ദോഷത്തിനെ കാരണമാകത്തുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ പ്ലാനിനനുസരണമായി പ്രവർത്തിച്ചാൽ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരു കാര്യം ഓർത്തോണേ, ദൈവത്തിൻ്റെ പദ്ധതിയെ അന്ത്യം വരെ നടക്കത്തുള്ളൂ. ഒരുപക്ഷെ നിങ്ങളിപ്പം ഒരു സ്ഥലത്തായിരിക്കാം, ഒരു ചർച്ചിലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടായി കാണാം, നിങ്ങൾക്ക് മാനസികമായി അകലിച്ച ഉണ്ടായി കാണാം. പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വിരുദ്ധമായി നിങ്ങൾ പ്രവർത്തിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോവുക. പക്ഷെ ഒരിക്കലും ദൈവദാസനെതിരെയോ ദൈവസഭയ്ക്കെതിരെയോ ദോഷം പറഞ്ഞു വരുത്തുവാനോ ദൈവവേലയ്ക്ക് ഒരു ദോഷമുണ്ടാകാനോ നിങ്ങൾ മുഖാന്തരം ഇടവരരുത്. വന്നു കഴിഞ്ഞാൽ അത് നന്മയ്ക്കല്ല തിന്മയ്ക്ക് കാരണമായി തീരും. അതുകൊണ്ട് ദൈവവേലയെ ഒറ്റുകൊടുക്കുന്നവരാകരുത്, ദൈവവേലയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്നവരാകരുത്. ദൈവപ്രവൃത്തി ഇങ്ങോട്ട് നോക്കി, എല്ലായിടത്തും ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കും. ദൈവത്തിൻ്റെ പ്ലാൻ അതിനകത്തുണ്ടാകും. ആ പ്ലാനിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മളും അനുഗ്രഹിക്കപ്പെടും. ചിലപ്പം നമുക്ക് പെട്ടെന്ന് ആ പ്ലാനിന് വിരുദ്ധമായ ചില പ്ലാനുകളും ചിന്തകളും ഒക്കെ നമ്മുടെ മനസ്സിൽ കയറി വരാം. ഓക്കെ, നോ പ്രോബ്ലം. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മാറിപ്പോവുക. ബട്ട് ഒരിക്കലും ദൈവത്തിൻ്റെ വേലയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുകയോ ദൈവത്തിൻ്റെ വേലയ്ക്ക് ഒറ്റുകൊടുക്കുന്നവരോ ആകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയാമോ? അത് നിങ്ങൾക്ക് ദോഷത്തിനെ കാരണമാകുകയുള്ളൂ. സ്തുതികർമ്മികൾ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു? അവർ ദൈവത്തെ ഭയപ്പെട്ടു. അവർ ദൈവത്തിൻ്റെ പ്ലാനിന് അനുകൂലമായി പ്രവർത്തിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം അവരെ അനുഗ്രഹിച്ചു. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓർത്ത് നോക്കി, ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് മനസ്സിലാക്കി. ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും തോന്നും, അത് ശരിയല്ല, അവർ ശരിയല്ല, അവർ ചെയ്യുന്നത് ശരിയല്ല. നമ്മൾ ഒരു ചർച്ചിൽ നമ്മൾ കുറേ നാൾ പോയി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാനസിക വിദ്വേഷങ്ങളുണ്ടാകും. അപ്പം നമ്മുടെ വായിൽ നിന്ന് അറിയാതെ വാക്കുകൾ വരും, അറിയാതെ ചില പ്രവൃത്തികൾ വരും. ഇതെല്ലാം ദോഷത്തിന് കാരണമാകും. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അവിടുന്ന് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മാറിപ്പോവുക. ഒരു കാരണവശാലും ഒറ്റുകൊടുക്കുവാനോ ദോഷം ചെയ്യുവാനോ പോകരുത്. അത് നമ്മുടെ നന്മയ്ക്കും നമ്മുടെ തലമുറകളുടെ നന്മയ്ക്കും ദോഷത്തിന് കാരണമാകും. ഇങ്ങോട്ട് നോക്കി, യൂദ ദൈവിക പദ്ധതിയിലാണ് യേശുവിനെതിരെ നിന്നെങ്കിൽ പോലും ഒരു കാര്യം മനസ്സിലാക്കിക്ക്, എന്താ പറ്റിയേ? നഷ്ടപ്പെട്ടു പോയില്ലേ, നശിച്ചു പോയില്ലേ? അതുകൊണ്ട് ദൈവിക വേലയ്ക്ക് എന്നും സപ്പോർട്ടായിരിക്കണം. ദൈവത്തെ എന്നും ഭയപ്പെടുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ പ്ലാനിന് എപ്പോഴും നമ്മുടെ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. നമ്മൾ സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ദൈവത്തിൻ്റെ പ്ലാനെ ഫുൾഫിൽ ആവുകയുള്ളൂ. അത് എവിടെയാണെങ്കിലും, ആരുടെ ജീവിതത്തിലാണെങ്കിലും. ബട്ട് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണോ ദൈവത്തിൻ്റെ പ്ലാൻ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം. ദൈവത്തെ ഭയപ്പെടണം, ദൈവവചനത്തെ ഭയപ്പെടണം. വചനം എന്തു പറയുന്നു അതിന് വിരുദ്ധമായി ഒരു വാക്ക് പറയരുത്. വചനം എന്തു പറയുന്നു അതിന് വിരുദ്ധമായി ഒരു പ്രവൃത്തിയും ചെയ്യരുത്. വചനം എന്തു പറയുന്നു അതനുസരിച്ച് പ്രവർത്തിച്ചു നോക്കിക്കേ, അതനുസരിച്ച് ജീവിച്ചു നോക്കിക്കേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്കുള്ള സകലത്തിനെയും കർത്താവ് അനുഗ്രഹിക്കും. കേട്ടോ, ഇന്ന് പ്രഭാതത്തിൽ ഇതാണ് നമ്മുടെ സന്ദേശം. സ്തുതികർമ്മികൾ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു? കാരണം അവർ ദൈവത്തിൻ്റെ പ്ലാനിന് അനുസൃതമായി നിന്നു. അവർ ദൈവത്തെ ഭയപ്പെട്ടു. നിങ്ങളും ദൈവത്തിൻ്റെ പ്ലാനിന് അനുസൃതമായി നിൽക്കുക. ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ തിരുവചനം വായിക്കുക, അത് ബഹുമാനത്തോടെ സ്വീകരിക്കുക, ആ വചനം പറഞ്ഞിരിക്കുന്നത് പോലെ ജീവിക്കുക. ദൈവം നിങ്ങളെ അടുത്ത ഒരു ലെവലിലേക്ക് ഉയർത്തുവാൻ ഇടവരും. കേട്ടോ, വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു.